Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning. Prayer ആരാണ്? Prayer. Ma'am. അഫ്ന? ആരെ prayer പറയുന്നേ? വേറെ ആരും പറഞ്ഞോ? മോൻ പറഞ്ഞോടോ? Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Okay. Sandy? Sandy ആരാണ്? ആരും പ്രിപ്പയർഡ് അല്ല സാൻഡിന്? ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ട്. സൈനിന് ആരെങ്കിലും പ്രിപ്പയർഡ് ആണെങ്കിൽ പറയാം. ഓർ തോട്ട് ഓഫ് ദി ഡേ ഏതാണ് പ്രിപ്പയർ ചെയ്തിരിക്കണമെങ്കിൽ പറയാം കേട്ടോ. ആരും പ്രിപ്പയർഡ് അല്ല? ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? മിസ് ലാസ്റ്റ് ക്ലാസ്സില് യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് നമ്മളോട് ഇന്ന് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് റിവിഷൻ നടത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് അല്ലേ? എല്ലാവരും ഒന്ന് ആ ചാപ്റ്റർ എടുത്തേ. യൂണിറ്റ് പാർട്ട് 1 യൂണിറ്റ് 4. ഓക്കെ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എടുക്കട്ടെ. ഞാൻ എന്റെ നോട്ട് ഒന്ന് എടുക്കട്ടെ. യൂണിറ്റ് എല്ലാവരും ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്ക്. റീഡ് ചെയ്യേ. 2 minutes ഇട്ടാ. നമ്മുടെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത്ര റെഫർ ചെയ്തില്ല എല്ലാവരും? മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് പാർട്ട് അങ്ങനെയല്ലേ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്തത്? ഓർമ്മയില്ലേ? ഞാൻ പറയണ കേൾക്കാവോ? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് കുറച്ചും കൂടി നമ്മള് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ നമ്മൾ ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്, പിന്നെ യൂണിറ്റ് 7ലും പഠിക്കുന്നുണ്ട് ഇല്ലേ? യെസ് മാം. സോ അതിന്റെ ഏത് ടൈപ്പ് ഓഫ് എന്താണ് വൈറസ് ആണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Which type of the bacteria spread diphtheria? Okay, ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നത്? കോഗ്നെ ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ. ഓക്കെ. നമ്മള് ആ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം എല്ലാ ബാക്ടീരിയയുടെയും പേരിന്റെ അവസാനം എന്തുണ്ടാവും? ഈ ഡിഫ്തീരിയ എന്നുള്ള വേർഡ് ഉണ്ടാവും. സോ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. കാരണം വേറെ രീതിയിൽ എഴുതിയിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ആൻസർ അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഓപ്ഷൻസ് വരാം.
സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഈ ഞാൻ പറയുന്ന ചാപ്റ്റർ കോമൺ ചൈൽഡ് ഡിസീസിനെ കുറിച്ചിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ പാർട്ട് 1നെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് പറയുന്നത്. പാർട്ട് 3 ജിഷ ടീച്ചർ പറയും എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് 2 ജിഷ ടീച്ചർ തന്നെ പറഞ്ഞുതരും കേട്ടോ. അത് രണ്ടും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റേജ് കൂടുതൽ ആ ചാപ്റ്റേഴ്സിനാണ്. സോ അത് ജിഷ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരും. പിന്നെ ഇപ്പൊ പെർക്യൂസൈറ്റ്സ് ആണെങ്കിലോ മൂഫിംഗ് കഫ് എങ്ങനെയാ വരുന്നത്, അങ്ങനെ ഇരിക്കും ചോദിക്കുന്നത്. പെർക്യൂസൈറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. മൂഫിംഗ് കഫ് ഏത് വൈറസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഓക്കെ, ഫുൾ ഫോം ഓഫ് സി ടെറ്റനി. ഫുൾ ഫോം ഓഫ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. Okay. Another name of tetanus. Another name of tetanus. എന്താണ്? Another name of tetanus. സി ടെറ്റനി എന്നാണോ അത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നാണോ മാം? ഇല്ല, ക്ലോസ്ട്രിഡിയം ടെറ്റനി മറ്റേ വൈറസ് അല്ലേ? ലോക്ജാവ് എന്ന് പറയില്ലേ മാം? ലോക്ജോ എന്നാണ്. ലോക്ജോ എന്ന് പറയുന്നത് ഈ താടിയലിന്റെ പേശികൾക്ക് ഇങ്ങനെ ബലത്തിന്റെ കാഠിന്യം കൊണ്ട് വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് മലയാളത്തില് വേറെ പേരും പറയും. വേറെ പേരും പറയുന്നുണ്ട്. ലോക്ജോക്ക് വേറെ പേരും കൂടി പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ടെറ്റനസിന് മലയാളത്തിൽ വേറെ പേരുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കുതിരസന്നി എന്നല്ലേ മാം പറയാ? മലയാളത്തില് കുതിരസന്നി എന്നല്ലേ പറയുന്നേ? അതന്നെ ലോക്ജോ അതാണ്. ഇനി പോളിയോന്റെ പോളിയോ സ്പ്രെഡ് ചെയ്യുന്ന വൈറസിന്റെ പോളിയോ മൈലൈറ്റേഴ്സ്. ഇനി ചിലപ്പോ വാക്സിൻസിന്റെ ചോദിക്കും. അത് ആ ചാപ്റ്ററിൽ നിന്നാണ്, ഹെൽത്ത് കെയർ എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാ? ഓക്കെ. ചിക്കൻ ഗുനിയ എൻകഫലൈറ്റിസ് മിസ് അത് മോൺസോണിയോ മോസ്കിറ്റോ അല്ലേ? എന്തോ പേരല്ലേ? കേട്ടിട്ടുണ്ട്. അതിലെ നിങ്ങള് മലേറിയ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, എന്നാൽ പോലും എന്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്? ചിക്കൻ ഗുനിയ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയോ, അല്ലെങ്കിൽ ചിലപ്പോ ഈഡിസ് മലേറിയയുടെ ഓപ്ഷനിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയയുടെ പേര് സാൽമോണല്ല ബാക്ടീരിയ. മീസിൽസോ? മിസിൽസ് വൈറസ്. കോളറ? വിബ്രിയോ കോളറ. ജോണ്ടിസ്? ഹെപ്പറ്റൈറ്റിസ് അല്ലല്ലോ. ജോണ്ടിസ്? ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ. ഓക്കെ. ഈ ഹെപ്പറ്റൈറ്റിസിലെ ഏതാണ് ബോഡി ഫ്ലൂയിഡ് വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ്? ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് ബി സി. ബിയും സി അല്ലേ മാം? ബിയും സിയും കേട്ടോ. ഡി ആണ് ബി ആണ്? ഒന്ന് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ്. കാരണം എന്താണെന്നറിയാവോ? നമ്മള് ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം അവർ ഓപ്ഷൻ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് എല്ലാ വശവും നോക്കി പഠിക്കണമല്ലോ പഠിക്കുമ്പോ. പിന്നെ എന്താണ് വാക്സിൻസ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക്, ഏത് ടൈമിൽ ഏത് വാക്സിൻ ആണ്
ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ എപ്പോഴാണ് കൊടുക്കുന്നത്? അങ്ങനെ വാക്സിന്റെ ഏരിയ ചോദിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അറ്റ് ബർത്തിൽ നമ്മൾ കൊടുക്കുന്നില്ലേ മാം? BCG, OPV അതിന്റെ കൂടെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും കൊടുക്കുന്നില്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞ മോൻ. അത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അറ്റ് ബർത്തിൽ BCG, ട്യൂബർകുലോസിസിന് OPV, പോളിയോ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും കൊടുക്കുന്നുണ്ട്. 3 വാക്സിൻ കൊടുക്കുന്നുണ്ട്. 1.5 മാസത്തിൽ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കുന്നത്? അത് OPV സെക്കൻഡ്, DPT, ഹെപ്പറ്റൈറ്റിസ് ബി. അല്ല, 1.5 മാസത്തിലാണോ മിസ്സേ? എടാ ഞാൻ ഒരു മിനിറ്റ്. നമ്മള് ജനിച്ച ഉടനെ കൊടുക്കുന്നത് OPV 0 ഡോസ് ആണ്. ഓക്കെ, എന്താണ് OPV 0 ഡോസ്? അത് പോളിയോക്കെതിരെ. പിന്നെ കൊടുക്കുന്നത് BCG ക്ഷയരോഗത്തിനെതിരെ, അത് TB കൊടുക്കുന്നു. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൊടുക്കുന്നത്, അത് 0 ഡോസ് ആണ് കൊടുക്കുന്നത്. അത് മഞ്ഞപ്പിത്തത്തിനെതിരെയാണ് കൊടുക്കുന്നത്. അത് കുട്ടി ജനിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. 24 hours കൊടുക്കണം എന്ന് പറയണത് അല്ലേ? യെസ് മാം. ഓക്കെ, പിന്നെയില്ലേ 1.5 മാസത്തിൽ ഞാൻ ഒന്നും കൂടി പറയാം. പുതിയ വാക്സിനേഷൻ ഷെഡ്യൂൾ ആണ് പറയണേ കേട്ടോ. OPV ഫസ്റ്റ് ഡോസ്, പെൻഡാവാലന്റ് ഇല്ലേ അതിന്റെ ഫസ്റ്റ് ഡോസ്, IPV ഫസ്റ്റ് ഡോസ്, റൊട്ടാവൈറസിന്റെ ഫസ്റ്റ് ഡോസ്, TCV ഫസ്റ്റ് ഡോസ്. ഇത്രയും എഴുതിയിട്ടുണ്ടോ നിങ്ങള്? യെസ് മാം. എല്ലാവരും ഓക്കെ. ഇനി 2.5 മാസത്തില് OPV സെക്കൻഡ് ഡോസ്, പെൻഡാവാലന്റ് സെക്കൻഡ് ഡോസ്, റൊട്ടാവൈറസ് സെക്കൻഡ് ഡോസ്. അല്ലെ, കറക്റ്റ് അല്ലേ? എനിക്ക് കറക്റ്റ് ആണ് മാം. മിസ്റ്റേക്ക് എന്തെങ്കിലും പറയണോട്ടോ. ഓക്കെ, അടുത്ത വാക്സിൻ 3.5 മാസം. 3.5 മാസത്തിലെ OPV തേർഡ് ഡോസ്. ഓക്കെ, പെൻഡാവാലന്റ് തേർഡ്, IPV സെക്കൻഡ്, റൊട്ടാവൈറസ് തേർഡ്, TCV സെക്കൻഡ്. ഓക്കെ ആണോ? ഇനി 16 to 24 അതിലാണ് MMR കാര്യം പറഞ്ഞില്ലല്ലോ. പിന്നീട് 9-ാം മാസത്തിലല്ലേ മാം? 15th monthsലല്ലേ കൊടുക്കുന്നത് മാം? എന്താണ് MMR 9th monthsലല്ലേ കൊടുക്കുന്നേ? MR എനിക്ക് മാറിപ്പോയതാ കുറച്ച്. നിക്കട്ടാ നോക്കട്ടാ. MR ഫസ്റ്റ് ഡോസ് 9 months, വൈറ്റമിൻ A ഫസ്റ്റ് 9 months, PCVയുടെ ബൂസ്റ്റർ ഡോസ് 9 months, IPV തേർഡ് ഡോസ് 9 months. ഇത്ര എഴുതിയിട്ടുണ്ടോ നിങ്ങള്? യെസ് മാം. ഓക്കെ, then ഓക്കെ, പിന്നെ വന്നത് 1.5 വയസ്സിലെ 16 to 24 അല്ലെ? 16 to 24 months DPT ബൂസ്റ്റർ ഡോസ് ഫസ്റ്റ്, വൈറ്റമിൻ A സെക്കൻഡ് ഡോസ് കൊടുക്കും. MMR ഏത് വാക്സിനെതിരെയാണ് MMR എടുക്കുന്നത്? ഏതെല്ലാം അങ്ങനെ ഓക്കെ, മീസൽസിന് എതിരെ എടുക്കുന്ന വാക്സിൻ ഏതെല്ലാമാണെന്ന് ചോദിച്ചാലോ? MR ഉണ്ട്, MMR ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യും? MMR അല്ലേ മാം? ഓക്കെ, രണ്ടും എഴുതും കേട്ടോ. MR എന്താണ്? മീസിൽസ്, റുബല്ല. MMR മീസിൽസ്, മംസ്, റുബല്ല. സോ രണ്ടും വരും, ബോത്ത് ഉണ്ട് കേട്ടോ. കേട്ടോ? ഓക്കെ മാം. അതൊന്നും കൂടി പറയും ഇപ്പൊ പറഞ്ഞ വാക്സിൻ. അതില്ലേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അവരെങ്ങനെ ചോദിക്കാൻ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ അതുകൊണ്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീസിൽസിന് എതിരെ എടുക്കുന്ന വാക്സിൻ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? MR വാക്സിൻ. MR വാക്സിൻ ആൻഡ് MMR വാക്സിൻ എഴുതേണ്ടി വരും കേട്ടോ. MR വാക്സിനും MMR വാക്സിനും എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, ഓക്കെ.
അപ്പൊ നമ്മൾ അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ മംസിനാണെങ്കിൽ MR മാത്രം അങ്ങനെയാണോ? മംസ് ആണെങ്കിൽ MR അത് നമുക്ക് പഠിക്കാനില്ല. എന്നുവെച്ചാൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല മംസിന്റെ കാര്യം. പക്ഷെ നമ്മള് ആ 7th ചാപ്റ്ററിൽ സെവൻത് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ചോദിക്കാം. ഇവിടെ നമ്മൾ മീസിൽസാ പറയുന്നത്. അപ്പൊ ഏതൊക്കെ വാക്സിൻസ് ആണ് എടുക്കണേന്നുള്ളത് ഒന്ന് പറയണം. 9 monthsൽ MR വാക്സിനും 1.5 yearsൽ MMRന്റെ ബൂസ്റ്ററും. ഓക്കെ ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസീസിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവ്, ഡിസീസുകൾ എപ്പോഴെപ്പോഴും വരുന്നത്? അത് ഇമ്മ്യൂണിറ്റി കുറവ് മൂലമാണ്. പിന്നെ കുറച്ച് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏത് അസുഖമാണ് നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ആകുന്നത് കോണ്ടജിയസ് ഡിസീസസ്. ഓക്കെ, ഈ ഫുഡും വാട്ടറും എയറും അങ്ങനത്തെ ആ മീഡിയം വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏതാണ്? ഇൻഫെക്ഷണൽ ഡിസീസസ്. ഓക്കെ, കോളറ. ഓക്കേടാ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പിന്നെ ഈ ഫുഡ് ഐറ്റംസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങള്, എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് എക്സാമ്പിൾസ്, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങള്, അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പേരുകളൊന്നും നോക്കി വെക്കണേ. അത് ഓപ്ഷൻ ആയിട്ട് വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കൂടുതൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഓക്കെ ആണോ? യെസ് മാം. യെസ് മാം. നോക്ക്, ഇനി അടുത്തൊരു ചാപ്റ്റർ നമ്മൾ എടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഇല്ലേ? ഫസ്റ്റ് ഇയർ അല്ലേ? യെസ് മാം, ഫസ്റ്റ് എയ്ഡ് ആണ് എടുത്തത്. 5 ഫസ്റ്റ് എയ്ഡ് ആണ്. ഞാൻ പ്രാക്ടിക്കൽ കൃഷിയിലേക്ക് പോകാത്ത എന്താണെന്നറിയാവോ? നിങ്ങള് എന്താ പറയാ, ഇപ്പോ എക്സാമിന് തയ്യാറാവേണല്ലോ. അപ്പൊ ചിലപ്പോ മറന്നു പോകും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കൽ സെഷൻ എടുക്കാറുണ്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ മിക്കവാറും സ്റ്റഡി ലീഗും എക്സാമിന്റെ പ്രിപ്പറേഷനും അതൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയേണ്ടി വരും. പിന്നെ പ്രാക്ടിക്കൽ സെഷനിൽ വരുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എടുക്കാത്തത് പ്രാക്ടിക്കൽ സെഷൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്കറിയാം നാച്ചുറലി ഒരു ഓക്കെ, ഒരു 5 minutes തരാം നിങ്ങൾക്ക്. 5 minutes ടൈം തരാം. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ പറയാൻ പറ്റുന്നത് ഒരു 5 minutesനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ്? ഒരു 5 minutes ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. എന്നിട്ട് ഓരോ ഫസ്റ്റ് എയ്ഡിലും എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് പ്രിപ്പയർ ചെയ്യും. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞോളാം അതില്. ഓക്കെ, അന്ന് പറഞ്ഞ നോട്ട്സും നമ്മുടെ ഈ ലെക്ചർ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഏതെല്ലാം സിറ്റുവേഷനിൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വേഗം പ്രിപ്പയർ ചെയ്യോ? 5 minutes എന്നാല്. യെസ് മാം. പ്രിപ്പയർ ചെയ്യാം മാം. ഓക്കെ, വേഗം കേട്ടോ.
കഴിഞ്ഞു മാം. ബാക്കി എല്ലാവരും ഞാൻ ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. എല്ലാവരും നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോ എന്താണ് ഫസ്റ്റ് എയ്ഡ്, എന്താണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റില് ഈ സ്കൂളിൽ വേണ്ടത്, ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഒരാള് ഓൺവേർഡ്സ് പറയാം. നെക്സ്റ്റ് ആള് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസും ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എബിലിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ കുറിച്ച് പറയാം. മൂന്നാമത്തെ ആള് എന്ത് ചെയ്യാ, ഫെയിന്റിങ്, ബോധക്ഷയം സംഭവിക്കുന്നത് എന്താണ്, ബോധക്ഷയം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറയാം. നെക്സ്റ്റ് ബ്ലീഡിങ് എന്താണ്, ബ്ലീഡിങ്ങിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് പറയാം. നെക്സ്റ്റ് അറിയാലോ, സ്നേക്ക് ബീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് സ്നേക്ക് ഉണ്ട്, അതേപോലെ തന്നെ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡ്രോയിങ് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യണം, ബേൺസിന്റെ കേസിൽ എന്ത് ചെയ്യണം അതൊരാൾ പറയാം. മുങ്ങി പോകുമ്പോഴത്തെ സൈസ് ഒരാൾ പറയാം. അപ്പൊ ബേൺ ആൻഡ് സ്കെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളലും ഏൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് എയ്ഡർ എന്തെല്ലാം എബിലിറ്റീസ് ആണ് പറയേണ്ടതെന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ പാർട്ട് 1, 2, 3, 4, 5, 6, 7 7 പേര് എന്ത് ചെയ്യണം, ഓരോന്ന് പറയണം. ഓക്കെ, ഓർഡറിൽ പേര് അയക്കി. അപ്പൊ ഓരോരുത്തരും ഞാൻ വിളിക്കാം. 7 പേർക്ക് പറയാനുള്ള അവസരമുണ്ട്. ദെൻ ആദ്യം ആരാ പറയുന്നത്, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ആരാ പറയുന്നേ? ഞാൻ പറയാം. ഓക്കെ, മോൻ പറഞ്ഞു കേട്ടോ. ബാക്കി എല്ലാവരും മ്യൂട്ട് ആവാ. മോനെ ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സണ് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാലോ അല്ലെങ്കിൽ ഇൽനെസ് വന്നാലോ ഇനീഷ്യൽ ആയിട്ട് കൊടുക്കുന്ന കെയർ ആണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ മുന്നേ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ റീച്ച് ചെയ്യണേ മുന്നേ ആർക്കായാലും കൊടുക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ഇനീഷ്യൽ കെയർ ആയിട്ട് ആൾക്ക് കിട്ടണം. മെയിൻ ആയിട്ട് ആളുടെ ലൈഫ് സേവ് ചെയ്യാനും പെട്ടെന്ന് ഉണ്ടാവുന്ന ഹാംനെസ് കുറയ്ക്കാനും അതുപോലെ പെട്ടെന്ന് റിക്കവറി ഉണ്ടാക്കാനും പിന്നെ ആളുടെ പെയിൻ കുറച്ച് ആളെ ഒന്ന് കംഫർട്ട് ആക്കാനും ഒക്കെ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് സാധിക്കും. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് CPR ആണ്. പിന്നെ അതുപോലെ ഇപ്പോ എന്തെങ്കിലും ഇഞ്ചുറി ആണെങ്കിൽ വൗണ്ട് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ് ചെയ്യല്, അതുപോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യല്, പിന്നെ ഇപ്പൊ ബേണിംഗ് ഒക്കെ സംഭവിച്ചാണെങ്കിൽ ബേണിംഗ് കെയർ, അങ്ങനെ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പേരെന്തായിരുന്നു? പാർവതി. പാർവതി ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് സ്കൂളില് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സമ്മപ്പ് ശരിക്കും പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. കാരണം അത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ചെറിയ ആക്സിഡന്റ് സംഭവിക്കുക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ബിൽഡ് ചെയ്യാന്നുള്ളത് എന്താണ്, കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം എസെൻഷ്യൽസ് ആണ് വേണ്ടതെന്ന് ആരാ പറയാ? ഞാൻ പറയാം മാം. നീനയാണ് പറയുന്നത്. ഞാൻ നീനനെ പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് കോട്ടൺ വേണം. കോട്ടൺ വേണം. പിന്നെ നമ്മളത് ടാപ്പ് ചെയ്യാനായിട്ടുള്ള എന്തോന്നാ ഈ ടേപ്പ് ഉണ്ടാവുമല്ലോ, ടേപ്പ് വേണം. പിന്നെ ബ്രഷുകൾ വേണം. പിന്നെ സിസർ വേണം. നീഡിൽസ് വേണം. പിന്നെ അതിനകത്ത് തൂക്കാനുള്ള ഓയിൽമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ നമ്മളത് കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, NS പോലെയുള്ള മെഡിസിൻസ്, അത് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. സ്പൂൺസ് വേണം. സോഡിയം ബൈകാർബണേറ്റ്, പിന്നെ വേണ്ടത് ബാൻഡേജ് വേണം. സേഫ്റ്റി പിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. നീന ആഡ് ചെയ്യണമെങ്കിൽ കൂട്ടി പറഞ്ഞു കേട്ടോ. പോലെ നമ്മുടെ അഭിപ്രായത്തിൽ ആഡ് ചെയ്യണമെങ്കിൽ കൂട്ടി പറയാം. ഒന്നുമില്ല. നമ്മൾ വേറെ ഞാനിവിടെ ഫസ്റ്റ് എയ്ഡിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പാരസെറ്റാമോളിന്റെ ഗുളിക, പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് പാരസെറ്റാമോളിന്റെ ഗുളിക, വിക്സ്, പിന്നെ വേണ്ട എന്തെങ്കിലും തൈലങ്ങളില്ലേ, തൈലം, അതൊക്കെ നമുക്ക് സ്കൂളിലാണെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഞാൻ സ്കൂളിൽ നമ്മൾ ട്രെയിനിങ്ങിന് കയറിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
പിന്നെ ബാൻഡേഡ്, പിന്നെ ഐസ്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഐസ് പാക്ക് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ എവിടെയെങ്കിലും വീഴുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തലയിലും ഒക്കെ വെക്കാൻ ഐസ് പാക്കുകൾ സ്കൂൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ആൽഫിയ. ഓക്കെ, ആൽഫിയ ആണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് പറയുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളുടെ ക്വാളിറ്റീസും കൂടി പറയാട്ടെ ആൽഫിയ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോടാം. ഫസ്റ്റ് എയ്ഡിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഒരു അപകടങ്ങൾ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിനേക്കാളും മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം അത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുടെ കൈ നല്ലോണം വാഷ് ഒക്കെ ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കൂടുതൽ ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത ഉള്ളത്. പിന്നെ അത് കൂടാണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നോർമൽ ടെമ്പറേച്ചറിലായിരിക്കണം. അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഫസ്റ്റ് എയ്ഡിന്റെ മെയിൻ ആയിട്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ബ്ലീഡിങ് പോലുള്ള ഇഞ്ചുറീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫസ്റ്റ് എയ്ഡ് കൊണ്ട്. ആദ്യം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നു ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസിന്റെ അപകടങ്ങൾ ഒരു വിധത്തിൽ നിന്ന് പെട്ടെന്നുള്ള അപകടങ്ങളെ തരണം ചെയ്യാൻ ഫസ്റ്റ് എയ്ഡിന്റെ ഉപയോഗം മൂലം നമുക്ക് സാധ്യമാകുന്നതാണ്. പിന്നെ അത് മെയിൻ ആയിട്ട് ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നല്ലോണം കവർ ചെയ്തിട്ട് വേണം വച്ചേക്കാൻ. അതായത് സ്റ്റോർ ചെയ്ത് വച്ചേക്കാം ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അതിന്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങള് ഡേറ്റ് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്രയാണ് മാം. അത്രേ മാം മനസ്സിലായുള്ളൂ ഇതിനകത്ത്. ഇനി സഹദൂന ഫെയ്ഡിങ് പറയാം. റെനീഷ എന്നല്ലേ പറഞ്ഞത്? റെനീഷ ബ്ലീഡിങ്. സ്നേക്ക് ബീറ്റിംഗ് ആരാ പറയുന്നേ? ഞാൻ പറയാം മിസ്. റെജീന സ്നേക്ക് ബീറ്റിംഗ്. ദെൻ ഡ്രോണിങ് ആരാ പറയുന്നേ? ആരില്ല? ഞാൻ പറയാം. ഓക്കെ, ബേൺസ് ആരാ പറയുന്നേ? മാം ഞാൻ പറയാം. ഓക്കെ ലക്ഷ്മി. ദെൻ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതിനെ കുറിച്ചിട്ടൊരു സമ്മപ്പ്, ഇതിന് എല്ലാത്തിനെയും കുറിച്ച് ഫുൾ ആയിട്ടൊരു സമ്മപ്പ് ആര് പറയും? ഞാൻ പറയാം മാം. ഷഹദുന ഇത് പറയുന്നില്ലേ? ഏതാണ്? ബ്ലേഡിങ് അല്ല, പെയിന്റിങ് പറയണ്ടേ? സമ്മപ്പ് ആരുമില്ലെങ്കിൽ ഷഹദുന തന്നെ പറയാം. വേറെ ആരെങ്കിലും തയ്യാറാണോ? ഇല്ല കേട്ടോ, ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു ധൈര്യം ഇല്ല. വിവിധ മിണ്ടാണ്ടിരിക്കണ ഞാൻ പുറത്താതാ. ആണല്ലേ? ഓക്കെ ഓക്കെ, സോറിടാ. അതുകൊണ്ടായിരിക്കും. വേറെ സ്നേഹ, അഫ്ന. മാം ഞാൻ പറഞ്ഞു, കുട്ടി ഉറക്കത്തിൽ നിന്ന് എണിച്ചിരിക്കുക എന്റെ കയ്യില്. അല്ല, അൽഫിയ അല്ല, അഫ്ന. പറയാം മാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഷഹദൂനെയാണ് ജസ്റ്റ് പറയുന്നത് കേട്ടോ. ഏതാണ്? ഫെയിന്റിംഗ് എന്ന് പറയുന്നത് ബോധക്ഷയാണ്. പല ആളുകളിലും പല സമയത്ത് ബോധക്ഷയം സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ഈ നമ്മുടെ ബ്ലഡ് നല്ല രീതിയിൽ പമ്പ് ചെയ്തില്ലെങ്കിലാണ് ഈ ബോധക്ഷയം സംഭവിക്കുന്നത്. ചിലപ്പോൾ ഈ ബോധക്ഷയം കൊണ്ട് ഇഞ്ചുറീസ് വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ശ്വസിക്കാൻ പോലും ആ സമയത്ത് നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇങ്ങനെ പറ്റുന്ന ഇങ്ങനെ മറ്റേ കുട്ടികൾക്കോ വലിയ ആൾക്കാർക്കോ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ചുറ്റുമുള്ളവരിടത്തും ഒന്ന് മാറി നിന്നിട്ട് ആ ആൾക്ക് ഫ്രഷ് എയർ കൊടുക്കാൻ വേണ്ടി എല്ലാവരോടും പറയാ. പിന്നെ ആ പറ്റിയ ആൾക്ക്, ആ ബോധക്ഷയം സംഭവിച്ച ആളുടെ പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി വെക്കാം. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ലൂസാക്കി വിടാം.
അതുപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ട് തളിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ കാണപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം വിളറിയിരിക്കും ഇവരുടെ. പിന്നെ ഈ ശ്വാസത്തിന്റെ വേഗത കുറയും. ഇതൊക്കെയാണ് ബോധക്ഷയം സംഭവിച്ച ഒരാളിൽ കാണപ്പെടുന്നത്. ഓക്കെ ഏടാ, റവീഷ ട്ടാ. റവീഷ. യെസ് മാം. ബ്ലീഡിംഗ് ആണ് പറയുന്നത്. എന്റെ സൗണ്ട് കറക്റ്റ് ആയി കേൾക്കുന്നുണ്ടോ മാം? എനിക്ക് കുറച്ച് ത്രോട്ട് പെയിൻ ആയിട്ട്. ബ്ലീഡിംഗ് ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അറ്റ് ദ സ്പോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അതില് നമുക്ക് ബ്ലീഡിങ് ഒക്കെയാണ് സംഭവിച്ചത്, ഒരു പേഴ്സൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കറക്റ്റായിട്ട് ഇരുത്തുക. അതുപോലെ തന്നെ അവർക്ക് ബ്ലീഡിങ് എവിടെയാണോ ഉള്ളത് ആ ഭാഗം നല്ല മുറിവ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ നമുക്ക് എന്താണ് ആ സമയം നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്യുക. അതുപോലെ ടിഞ്ചർ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ആ ബ്ലീഡിംഗ് ഉള്ള ഭാഗം നല്ല കവർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അത്രേ ഉള്ളൂ. ബ്ലീഡ് ചെയ്ത പാർട്ട് എന്ത് ചെയ്യണം, അത് എങ്ങനെ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ, പറഞ്ഞില്ലേ? ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അപ്പ് ചെയ്ത് പിടിക്കണം, നമ്മളത് മുകളിലേക്ക് പൊക്കി പിടിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയല്ലോ. അതെടാ, കുറച്ച് കാര്യങ്ങള് കുറച്ച് ഉയർത്തി വെക്കണം. കാല് പൊക്കി പിടിക്കുക, അതിനുശേഷം വാഷ് ചെയ്യുക, നല്ലപോലെ കാല് അതിന് വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ഓക്കേടാ, ഓക്കെ, നീനെ കംപ്ലീറ്റ് ചെയ്തു റനീഷക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നന്നായി. അടുത്തത് ആരാണ്? സ്നേക് ബീറ്റിംഗ്. ആരാണ് പറഞ്ഞത്? നമുക്ക് 2 ടൈപ്പ് സ്നേക്ക് ഇല്ലേ റെജീന? എത്ര ടൈപ്പ് സ്നേക്ക് ഉണ്ട്? വിഷമുള്ളതുകൊണ്ട് വിഷമില്ലാത്തതുണ്ട്. രണ്ടും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞ വിഷമില്ലാത്ത പാമ്പുകളാണുള്ളത്. അന്നേരം വിഷമുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും 4 ഇനത്തിൽപ്പെട്ടതാണ് ഈ വിഷം കൂടുതലുള്ളത്. അന്നേരം നമ്മൾ അത് തിരിച്ചറിയാനും, നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെക്കുറിച്ച് അങ്ങനെ വലിയ അറിവൊന്നും കാണത്തില്ല. അന്നേരം അതിൻ്റെ പിറകെ പോകാതെ പേഷ്യൻറ്റിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഫസ്റ്റ്. അന്നേരം പേഷ്യൻറ്റിന് പാമ്പ് കടിയേക്കുന്ന ഒരാൾക്ക് ആദ്യം നമ്മൾ കടിയേറ്റെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ അവരെ പേടിപ്പെടുത്താതിരിക്കുക. പേടിപ്പെടുത്താതെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ഒരു നിരപ്പായ ഒരു പ്രതലത്തിലേക്ക് കിടത്തുക ആദ്യം. എന്നിട്ട് 2 മുറിവിൽ ഇച്ചിരി വെള്ളം എന്തെങ്കിലും ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക, ഒരുപാട് ടൈറ്റിലില്ലാതെ കെട്ടിക്കൊടുക്കുക. പക്ഷെ ഇതിനകത്ത് മാഡം ഒരു ഷാർപ്പ് എഡ്ജ് കൊണ്ട് ഒരു മുറിവ് ഉണ്ടാക്കുന്ന പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആ സംഭവം ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണലി തുടങ്ങിയ പാമ്പുകളൊക്കെ കടിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ രക്തം കട്ട പിടിക്കാതൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം നമ്മളങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാക്കി കഴിയുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. ഒരു മിനിറ്റ് ഞാൻ പറയാം. കാരണം എന്റെ അഭിപ്രായത്തിലും ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് അത് എന്ത് ചെയ്യേണ്ട, ബ്ലീഡിങ് കട്ട് ചെയ്ത് ബ്ലഡ് എന്ത് ചെയ്യേണ്ട, മാറ്റേണ്ട. കാരണം ഇപ്പൊ വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത്, ഒരാള് കടിച്ചത് വിഷമില്ലാത്ത പാമ്പാണ്. അപ്പോ വിഷമില്ലാത്ത പാമ്പാണ്, നമ്മളിപ്പോ അത് കട്ട് ചെയ്തിട്ട് ബ്ലഡ് വെറുതെ കളയുകയാണെങ്കിൽ അയാൾക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും ആ വിഷമില്ലാത്ത പാമ്പാണ്, പോയിസൺ കയറിയിട്ടുണ്ടാവില്ല ശരീരത്തിലേക്ക്. പക്ഷെ ഈ ബ്ലഡ് ലോസ് ആയിട്ട് ആൾ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് അത് കീറി ബ്ലഡ് കളയണം എന്നുള്ളത് മുമ്പത്തെ ഒരു ടെക്നിക്കായിരുന്നു. അതിപ്പോ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഏത് പാമ്പാണ് കടിച്ചത് നോക്കാം. നമ്മള് പാമ്പുകളുടെ ബീറ്റിന്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 കൂർത്ത പല്ലാണെങ്കിൽ പോയിസണസ് സ്നേക്കും, അല്ലാതെ ഇങ്ങനെ ഒരുപാട് പല്ലുകൾ അമർന്നിട്ടുണ്ടെങ്കിൽ അത് നോൺ പോയിസണസ് സ്നേക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു തന്നില്ലേ? ഇമേജസ് ഒക്കെ കാണിച്ചത് ഓർമ്മയോ എന്നില്ല നിങ്ങക്ക്? അപ്പൊ നമ്മൾ നോക്കാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. പിന്നെ ഈ കുട്ടി പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്, ആളെ കടത്തരുത് കേട്ടാ. പാമ്പ് കടിയേറ്റ ആളെ കടത്താൻ പാടില്ല. കാരണം കടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നേരെ എന്ത് ചെയ്യും, പാമ്പ് അല്ല വിഷം നമുക്ക് ബോഡിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ്, നമ്മുടെ ബോഡി റിലാക്സ് ആവാണ്. നമ്മൾ കിടക്കുമ്പോ എങ്ങനെയാണ് നമ്മള് മൈൻഡ് ഇങ്ങനെ ഫുൾ ബോഡി ഇങ്ങനെ റിലാക്സിലേക്ക് ആവാണ്. പെട്ടെന്ന് അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അത് കെട്ടി വെച്ചാൽ നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. അപ്പോ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആളെ കടത്തണ്ട. അതേപോലെ ഉറങ്ങാനും അനുവദിക്കരുത് കേട്ടോ. ഉറങ്ങാൻ അനുവദിച്ചാലും ആളുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്ലഡ് കൂടുതൽ പോയിസൺ പെട്ടെന്ന് ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അത് രണ്ടും ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? PDF ഒന്ന് സ്ക്രീനിൽ കാണിക്കുമോ? ഞാൻ PDF ഇപ്പൊ പറയണത്. സ്നേക് ബീറ്റിംഗ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, റിസ്വാന നോക്കിക്കോട്ടാ. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ഞാനാണ്. വേറാരും അൺമ്യൂട്ടാണല്ലോ. റിസ്വാന അൺമ്യൂട്ട് ആക്കോടാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ടീച്ചർ ഞാനാണോ ലക്ഷ്മി? ആരാണ് മാം? ഞാനാണ് പറയാന്ന് പറഞ്ഞത്. ആണോ? ആ കുട്ടി അൺമ്യൂട്ട് ആയിക്കൊണ്ടാണ് ഞാൻ പിന്നെ. ഓക്കെ, ലക്ഷ്മി ഏതാ പറയാന്ന് പറഞ്ഞേ? ബേൺസ് ആണോ? ബേൺസ് ആൻഡ് സ്കാൽസ്. ഓക്കെ ഓക്കെ, സോറി എടാ, എനിക്ക് ഞാൻ പെട്ടെന്ന് ലക്ഷ്മി എന്നുള്ള പേരും ഓർമ്മയിൽ വന്നു ഇത് പറഞ്ഞപ്പോ. അപ്പോ റിസ്വാന പറഞ്ഞോ. മുങ്ങി മരണം, അതായത് ഒരാള് വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാള് പെട്ടെന്ന് നമ്മൾ പാനിക് ആവാതെ അയാളുടെ മുഖം താഴെയും പാദം മുകളിലും വരാൻ പാകത്തിന് നമ്മൾ അയാളെ കിടത്തുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അയാളുടെ അരഭാഗം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വെള്ളം പുറത്തോട്ട് പോകാനായിട്ട് ഉള്ള ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുഖം കൈ കൊണ്ട് നരക്കെട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ചൂടുള്ള ടവലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അയാളുടെ ബോഡി നന്നായിട്ട് കവർ ചെയ്ത് അയാളുടെ ബോഡി ഹീറ്റ് ആക്കുക. ഹീറ്റ് കിട്ടാൻ പാകത്തിന് നല്ലപോലെ ചൂടുള്ള ടവൽ എന്തെങ്കിലും വെച്ചിട്ട് ബോഡി കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ അവർക്ക് ചൂടുവെള്ളം നമ്മൾ കൊടുക്കുക. പിന്നെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ലൂസ് കിട്ടാൻ പാകത്തിനുള്ള ഡ്രസ്സ് ആയിരിക്കണം അയാൾക്ക് കൊടുക്കേണ്ടത്. ആ നനഞ്ഞ വസ്ത്രം മാറ്റി കഴിഞ്ഞിട്ട് നല്ലൊരു അയഞ്ഞ വസ്ത്രം അയാൾക്ക് കൊടുക്കുക. അത്ര എനിക്ക് മനസ്സിലായി. ഓക്കെ, കറക്റ്റ് ആണ്. ഞാനില്ലേ ഈ മുങ്ങിപ്പോകുന്ന ആളെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. നമ്മള് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോ ആൾക്ക് എന്തുണ്ട്, ബോധം ഉണ്ടെങ്കിൽ ഇപ്പൊ റിസ്വാന പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് ആ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പൊക്കോളും. ഇനി മുങ്ങിപ്പോകുന്ന ആൾക്ക് ബോധമില്ല, അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടതായിട്ട് വരും. എന്നുവെച്ചാല് ആള് എന്ത് ചെയ്യാ, കൃത്രിമ ശ്വാസം കൊടുക്കുക. മൂക്ക് പൊത്തിപ്പിടിച്ച് വായിലൂടെ ശ്വാസം കൊടുക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ കേസിൽ ആൾക്ക് പൾസും ഇല്ല. നമ്മള് മുങ്ങിപ്പോയ ആളെ കരക്കെടുക്കുമ്പോ പൾസ് ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡാ കൊടുക്കേണ്ടത്? CPR കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഒരാൾ മുങ്ങിപ്പോവാണെങ്കിൽ 3 സ്റ്റേജസ് ഉണ്ട്. അത് ഓരോ സ്റ്റേജസിലും പിന്നെ ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്. ഇന്ന് മനസ്സിലായില്ലേ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്? ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളിൽ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങളോടൊരു ഡെമോ ചെയ്ത് നോക്കിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഓർക്കണില്ലല്ലോ മാം. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. CPR പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. CPR നെ കുറിച്ചേ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഇല്ല പറഞ്ഞിട്ടില്ല CPR. ഓക്കെ, CPR നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോ ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ് CPR ഫുൾ ഫോം. CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. കാരണം ഹൃദയസ്തംഭനം, ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നാലും അല്ലെങ്കിൽ ഇപ്പൊ ആൾക്ക് എന്തില്ല, പൾസ് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത്, ഫസ്റ്റ് എയ്ഡ് ആണ് CPR. നോട്ട് ട്രീറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, പക്ഷെ ഫസ്റ്റ് എയ്ഡ് ആണ് ഏത് CPR എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനം സംഭവിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുന്ന വ്യക്തിയിൽ നടത്തുന്ന ഒരു അടിയന്തര നടപടിക്രമമാണ് എന്ത് CPR എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനം മൂലം നമ്മുടെ വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും, ബ്ലഡ് സർക്കുലേഷൻ നിന്നും.
അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ 5-8 മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കും. നമ്മളിപ്പോ എന്താണ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാതെ അയക്കായിട്ടുണ്ടെങ്കിൽ ഒരു 5-8 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? പെട്ടെന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ അവസ്ഥയെ മസ്തിഷ്ക മരണം എന്ന് പറയും. കാരണം ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, തലച്ചോറ് എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, പേഷ്യന്റിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. നമ്മൾ എപ്പോഴും ഏകദേശം കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ബ്രെയിൻ ഡെത്ത് എന്ന്. അപ്പൊ ബ്രെയിൻ ഡെത്ത് തടയാനുള്ള ഏറ്റവും എളുപ്പമായി പ്രയോഗിക്കുന്ന മാർഗമാണ് എന്ത്? CPR എന്ന് പറയുന്നത്. നിലച്ചുപോയ ഹൃദയം പുനരാരംഭിക്കാൻ CPR സാധിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഹാർട്ടിനെ വീണ്ടും എന്ത് ചെയ്യാൻ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ ഭാഗികമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CPR ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്കും ബ്രെയിനിലേക്കും ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന രക്തത്തിന്റെ ഭാഗികമായ ഒഴുക്ക് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കൊണ്ടുവരാനായിട്ട് നമുക്ക് CPR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൃദയാഘാതം ഉണ്ടായാൽ ഉടൻ CPR നൽകിയാൽ രോഗിയുടെ ജീവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 18 മുതൽ 70% പെട്ടെന്ന് ആൾക്കാരില്ലേ, ഈ ചില ആൾക്കാർ പെട്ടെന്ന് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? CPR ആണ്. നിങ്ങൾ ഓരോരുത്തരും ഒരാള് നെഞ്ചുവേദനയാണ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ നോക്കാം, പൾസ് ഉണ്ടാന്ന് നോക്കാം, ഹാർട്ട് ബീറ്റ് ഉണ്ടാന്ന് നോക്കാം, ശ്വസിക്കുന്നുണ്ടാന്ന് നോക്കാം. ശ്വസിക്കുന്നില്ല, പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് CPR കൊടുക്കാം, മാക്സിമം CPR കൊടുക്കാം. എങ്ങനെയാ CPR കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇത് കണ്ടോ, ഈ കൈ കണ്ടോ, ഈ 2 കൈയും ഇങ്ങനെ പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ ഇവിടെ നമ്മൾ എന്താ പറയാ, നമ്മള് മൂക്കിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കുമ്പോ അതേപോലെ തന്നെ നമ്മളുടെ നിപ്പിളിന്റെ ക്രോസ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഒരു കുരിശ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പാർട്ട് കുരിശ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, കുറച്ചിങ്ങനെ താഴ്ചയിൽ നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അവിടെയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയുന്നത്? CPR കൊടുക്കേണ്ടത്. ഹൃദയവുമായി ബന്ധപ്പെട്ടതിനാണ് നെഞ്ചുഭാഗത്താണ് CPR ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ മൂക്കിന്റെ താഴേക്കുള്ള നേർരേഖയും 2 നിപ്പിൾ കൂടി ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പികമായ ഒരു നേർരേഖയെ സന്ധിക്കുന്ന നെഞ്ചിന്റെ മധ്യഭാഗത്താണ് എന്ത് കൊടുക്കുന്നത്? CPR ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ കൈ മുകളിലെ മറ്റൊരു കൈക്ക് വയ്ക്കുക, വിരലുകൾ പരസ്പരം ബന്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ ഇമേജ് കാണിച്ചു തരാം CPR എങ്ങനെ കൊടുക്കണേന്നുള്ളത്. നോക്കി കണ്ടോ, ഇത് ക്രോസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോ ഈ ഒരു ഇമേജ് കാണുന്നത് എങ്ങനെയാണ്? ആ പേഷ്യന്റിനെ ക്രോസ് നേരെ 90 ഡിഗ്രി ആംഗിളില് ഈ കൈകൾ കണ്ടോ, ഇങ്ങനെ നിങ്ങൾ എല്ലാവരും നോക്കാതെ തന്നെ ഈ വലത്തെ കൈന്റെ താഴെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുണ്ടോ, ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞ ശരിക്കും വരുന്ന നേർരേഖയിൽ ക്രോസ് രേഖയിൽ പിടിച്ച് എന്ത് ചെയ്യേണ്ടത്? പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, 5 മുതൽ 8 സെന്റിമീറ്റർ താഴ്ചയിലാവണം അമർത്തേണ്ടത്. എത്ര സെന്റിമീറ്റർ? 5 മുതൽ 8 സെന്റിമീറ്റർ താഴ്ചയിൽ അത് അമർത്തണം. ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ CPR ചെയ്യുന്ന ആളിന്റെ 90 ഡിഗ്രി കണ്ടോ, ഷോൾഡർ കണ്ടോ 90 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്. 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം. തന്നെ നിലനിർത്തുകയും മുട്ട് മടങ്ങാതെ ഇരിക്കുകയും വേണം. മുട്ട് ഇങ്ങനെ മടങ്ങി പോകുന്നു. അപ്പൊ ആള് നിർത്തിയിരിക്കുന്നത് ശരിക്കും ഷോൾഡർ 90 ഡിഗ്രിയിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ 30 തവണ അമർത്തിയ ശേഷം വായിലൂടെ 2 തവണ എന്ത് കൊടുക്കുക? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, കൃത്രിമശ്വാസം കൊടുക്കുക. ഇനി കൃത്രിമശ്വാസം നൽകുമ്പോൾ അബോധാവസ്ഥയിൽ ആവുന്ന ആളുടെ നാവ് പിന്നോട്ട് വന്ന് തൊണ്ട അടയുവാൻ സാധ്യതയുണ്ട്. അതിനാൽ കൊടുക്കുന്ന ശ്വാസം ഹൃദയത്തിലേക്ക് കിട്ടാതെ വരും. ഒരു കൈ നെറ്റിയിൽ അമർത്തി മറ്റേ കൈ 2 വിരലുകൾ താടിയിൽ മുകളിലേക്ക് അമർത്തി തലയുടെ പിന്നിലേക്ക് ചരിച്ച് താടി ഉയർത്തി വെച്ച് മൂക്കടച്ച് വേണം കൃത്രിമശ്വാസം കൊടുക്കാൻ. കൃത്രിമശ്വാസം കൊടുക്കുമ്പോഴും തൊണ്ടയിലേക്ക് നാക്ക് വന്നിട്ട് ശ്വാസം ഇറങ്ങാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ തല ഉയർത്തി പിടിച്ച് നെറ്റിയിൽ കൈവച്ച് വായ തുറന്ന് വെച്ച് മൂക്ക് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കൃത്രിമശ്വാസം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണത്. ദെൻ കുട്ടികളുടെ കേസിലാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിപ്പോ കുഞ്ഞു കുട്ടികൾക്ക് കൃത്രിമശ്വാസം കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ചെറിയ കുട്ടികൾക്ക് എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോ നമ്മളെപ്പോഴും കേട്ടിട്ടൊക്കെ ഉണ്ടാവും,
അപ്പോ ഇത് വലിയ ആൾക്കാർക്ക് കൃത്രിമശ്വാസം കൊടുക്കുന്നത് CPR കൊടുക്കുന്നതാണ് പറഞ്ഞത്. കുഞ്ഞു കുട്ടികളെ ബക്കറ്റിൽ വീണു മരണം സംഭവിച്ചു. നമ്മളെപ്പോഴും പത്രത്തിലൊക്കെ വായിച്ചു കേൾക്കുന്നതാണ്. ചിലപ്പോൾ വെള്ളം നിറച്ചു വെച്ച പാത്രത്തിൽ വീണു കുട്ടികൾ മരണപ്പെട്ടു പോയി. ആ സമയത്ത് ചിലപ്പോൾ അമ്മ കാണുമ്പോൾ തന്നെ കുട്ടിയെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കുട്ടിക്ക് CPR കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജീവൻ രക്ഷിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മളപ്പോ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുട്ടിക്ക് നമ്മള് കുഞ്ഞു കുട്ടികളല്ലേ 1.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ മുഷ്ടി ഇങ്ങനെ മടക്കി വെച്ച് CPR കൊടുക്കാനായിട്ട് പറ്റണമെന്നില്ല. സോ നമ്മളുടെ ഈ 2 വിരൽ കണ്ടോ, ഈ 2 വിരലാണ് എന്തായിട്ട് നോക്കേണ്ടത്, CPR കൊടുക്കേണ്ടത്. 2 വിരൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാ പ്രസ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് CPR സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ 2 വിരലായിരിക്കണം. ബാക്കി നമ്മൾ എന്ത് കൊടുക്കാം, കൃത്രിമശ്വാസം കൊടുക്കാം കേട്ടോ. പിന്നെ കൃത്രിമശ്വാസം കൊടുക്കാം. കുട്ടീനെ എന്ത് ചെയ്യാ അബോധാവസ്ഥയിൽ നിന്ന് നമുക്ക് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുതിർന്നവരിൽ എങ്ങനെ CPR കൊടുക്കണം, ചെറിയ കുട്ടികളിൽ എങ്ങനെ CPR കൊടുക്കണം എന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഗൂഗിളില് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണും, നിങ്ങൾ നോക്കണം. അപ്പൊ നോക്കുമ്പോ നിങ്ങൾ പഠിക്കുമ്പോ CPR എങ്ങനെ കൊടുക്കണം. ഞാനൊക്കെ പഠിച്ച സമയത്ത് തലോണ എടുത്ത് വെച്ചിട്ടില്ല, തലോണയിൽ CPR കൊടുത്തിട്ട് പഠിച്ചു. കാരണം CPR കൊടുക്കാൻ നമുക്ക് ആ ഒരു എന്താണ് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നിങ്ങളുടെ പില്ലോ വെച്ചിട്ട് കണ്ടോ, ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ, പക്ഷെ പില്ലോ വെച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന്. പിന്നെ കുട്ടികളിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പഠിക്കാം. ഓക്കെ, ചെയ്യേ എല്ലാവരും ഇങ്ങനെ കൊടുക്കേണ്ടത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. യൂട്യൂബിൽ ഉണ്ട് ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ളത്, എങ്ങനെയാണ് CPR കൊടുക്കുന്നത് മുതിർന്നവരില് ചെറിയ കുട്ടികളില്. അത് ശ്രദ്ധിക്കണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, വെള്ളത്തിൽ മുങ്ങിപ്പോയി, ബക്കറ്റിൽ വീണ് മരണം സംഭവിച്ചു 1.5 വയസ്സുകാരൻ, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ബേൺസ് ആൻഡ് സ്കിൽ. അതാരാ പറയുന്നേ? അതായിരുന്നു ലക്ഷ്മി അല്ലേ? പറഞ്ഞോടാ. ഇത് ബേൺസ് ആൻഡ് സ്കാർസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണേലും അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എപ്പോ വേണേലും നമുക്ക് വെള്ളത്തിൽ നിന്നായ പാലിൽ നിന്നൊക്കെ തീ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. സോ നമ്മള് അതിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് കയ്യ് അങ്ങനെ എന്തൊക്കെയോ പൊള്ളുക ചെയ്യണമെങ്കിൽ നമ്മള് ടാപ്പ് വാട്ടറിന്റെ ചോട്ടിൽ കുറച്ചു നേരം കയ്യ് എവിടെയാണെങ്കിലും അത് വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇതില് നമ്മള് കാണിക്കണം. അത് ആ പൊള്ളിയ ഭാഗം തണുപ്പിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അത് ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ദേഹം പൊള്ളണ വെച്ചാല് ഡ്രസ്സ് ടൈറ്റായി കിടക്കുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നോക്കരുത്. അല്ല ലൂസായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ കഴുകിയിട്ട് ആന്റിസെപ്റ്റിക് ഓയിൻമെന്റോ ചെറിയ വല്ല മുറിവാണെങ്കിൽ കോക്കനട്ട് ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഈ ഡു നോട്ട് യൂസ് ബട്ടർ, ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടുപുറത്ത് ചെയ്യാറുണ്ട്. അത് ചെയ്യാം. ചെറിയ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ അത് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഐസ് വെക്കാം. അതൊക്കെ വെച്ചിട്ട് ദേഹം തണുപ്പിക്കാം. രോഗിയെ നമ്മൾ സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തേക്ക് മാറ്റിയിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. അവർക്കൊരു തുറസായ സ്ഥലത്ത് ശ്വാസം നല്ലോണം കിട്ടാനുള്ള ഭാഗത്തേക്കൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. സമാധാനത്തോടുകൂടി അവരെ ടെൻഷൻ മാറ്റിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയല്ലേ ചെയ്യാനുള്ളത് ഇതില്. എന്നിട്ട് നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് നോക്കാം. ശരിയല്ലേ മാഡം? ആടാ, ശരിയാണ്. ഇനി ബേൺസ് കൂടുതലാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കി, CPR നോക്കി. CPRന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എപ്പോഴാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏത് സിറ്റുവേഷനിലാണ് CPR കൊടുക്കേണ്ടത്, അതൊന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ടൈം ഔട്ട് പറയുന്നുണ്ടോ? ഓക്കെ, പാർവതിയാണ് സൈൻ ഔട്ട് പറയുന്നത്. അപ്പോ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ സൈൻ ഔട്ട് പറയൂലെന്ന് ജസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് പറയണം കേട്ടോ. കേട്ടോ പാർവതി? നമ്മുടെ കൂടെ ഇപ്പോ ഷഹദൂന, റിജീന, റിസ്വാന, പിന്നെ ആരൊക്കെയാണ്, ആൽഫിയ, ലക്ഷ്മി, റെനീഷ, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്. അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞേക്കണം കേട്ടോ.
Thank you, Aparna ma'am, for the interactive and engaging revision session on common childhood diseases and first aid. I appreciate the lively discussion. Thanks to my fellow students for their participation, and a big thank you to the technical team for their technical support. Goodbye, everyone. Until the next time, stay healthy and stay safe. It's me, Parvati, signing out now. Thank you all. Thank you.